ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ജേണൽ എഴുത്താണ്. അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ജേണലായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. എന്നും രാവിലെ നിങ്ങളുടെ ലൈഫ് റൂട്ടീൻസിൽ അതിരാവിലെ നിങ്ങൾക്കത് കാണാൻ കഴിയണം എന്നുള്ളതാണ്. അത് കണ്ട് നിങ്ങൾ വായിച്ച് അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ നശിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണാണ്. എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട് സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട്. കാരണം നിങ്ങളെ സ്മാർട്ട് ഫോണാണ് കൺട്രോൾ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ സ്മാർട്ട് ഫോണെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം സ്മാർട്ട് ഫോണിൽ കാണുക എന്നുള്ളതാണ്. ഞാൻ എന്നെ തന്നെ ഉദാഹരണം പറയുകയാണ്. സ്മാർട്ട് ഫോണിന് അഡിക്റ്റായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാ പ്രോഗ്രാമും കാണുമായിരുന്നു. പക്ഷെ അവസാനം ഞാൻ നോക്കിയപ്പോൾ എന്നിൽ ലേസി കടന്നു വരുന്നതായിട്ടും അതേപോലെ തന്നെ എനിക്ക് ഒരു കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനും കഴിയുന്നില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗം കുറക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് വന്നിട്ട് മെസ്സേജുകൾ മാത്രം നോക്കാൻ തുടങ്ങി. പിന്നീട് വാട്സാപ്പിൽ എന്തൊക്കെ മെസ്സേജാണ് എനിക്ക് വരുന്നത് എന്ന് നോക്കാൻ തുടങ്ങി. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഞാൻ മീഡിയയിൽ എൻ്റെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇനി ജേണൽ എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ജേണൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആസന്ന ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തേണ്ടതെന്ന് ആദ്യം എഴുതി വയ്ക്കുക. ആസന്ന ഭാവി എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ഭാവിയിൽ, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെല്ലാം വേണമെന്നൊരു പേപ്പറിൽ നിങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ പോയിന്റായിട്ട് എഴുതേണ്ടത് വിദൂര ഭാവിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം വേണമെന്നുള്ളതാണ്. എന്തെല്ലാം നേടിയെടുക്കണം എന്നുള്ളത് വിദൂര ഭാവിയിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ഈ ജേണൽ എന്നതിലുപരി നിങ്ങൾ ചിന്തിക്കേണ്ടത് സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയാണ്. നിങ്ങൾക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് വേണം, ഇത് നേടിയെടുക്കുമെന്നുള്ളത്. അടുത്തത് നിങ്ങൾക്ക് ഹാർഡ് വർക്കാണ്. നന്നായിട്ടങ്ങ് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ജേണൽ എഴുത്ത് നിർബന്ധമാക്കുക, ആസന്ന ഭാവിയിൽ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ എഴുതുക, പിന്നീട് വിദൂര ഭാവിയിൽ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇത് നിങ്ങളുടെ കൺമുന്നിൽ കാണത്തക്ക രീതിയിൽ അത് വെക്കുക എന്നുള്ളതാണ്. എന്ന് രാവിലെ അതെടുത്ത് വായിക്കേണ്ടതാണ്, ഉറപ്പിക്കേണ്ടതാണ് മനസ്സിൽ. പിന്നീട് ഒരു കാര്യമുണ്ട്, ഇത് നേടിയെടുത്തു, വിജയിച്ചു എന്ന് കരുതി സ്റ്റോപ്പ് ചെയ്യരുത്. അതിവിദൂരമായ വീക്ഷണത്തോടുകൂടി ചില പ്ലാനുകൾ തയ്യാറാക്കിയിട്ട് അതിലും വലിയ വിജയത്തിലേക്ക് പോവുക എന്നുള്ളതാണ്.